2 ജാഥകൾ കൂടി പര്യടനം നടത്തുകയാണ്. CPIയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് ബിനോയ് വിശ്വം, കേരള കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ ജോസ് കെ മാണി, ഇവരുടെ നേതൃത്വത്തിലുള്ള ജാഥകളും നടക്കുക. കുറേ കാര്യങ്ങൾ ഇവിടെ ജാഥാംഗങ്ങൾ നിങ്ങളോട് വിശദീകരിച്ചിട്ടുണ്ട്. ഞങ്ങൾ കടന്നു വന്ന എല്ലാ വഴികളിലും ഒന്നൊഴിയാതെ കേന്ദ്രങ്ങളിലാകെ ഞങ്ങൾ ജയിച്ച മണ്ഡലത്തിലും തോറ്റ മണ്ഡലത്തിലുമെല്ലാം വേർതിരിച്ച് മനസ്സിലാക്കാനാവാത്ത നിലയിലുള്ള ഒരു ജനകീയ മുന്നേറ്റമാണ് ജാഥാ സ്വീകരണത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. താനൂരും തിരൂരും തമ്മിലൊന്നും വ്യത്യാസമില്ല. എല്ലാ മണ്ഡലത്തിലെയും ജനങ്ങൾ നിശ്ചയദാർഢ്യത്തോടുകൂടി ഈ ജാഥയെ വരവേൽക്കുന്നത് ഞങ്ങളോടുള്ള പ്രതിബദ്ധതയാണ് എന്നൊന്നും ഞങ്ങൾ ധരിക്കുന്നില്ല. കേരള രാഷ്ട്രീയത്തിൻ്റെ പ്രത്യേകതയിൽ കേരളം ഇന്ന് അഭിമുഖീകരിക്കുന്ന മാധ്യമ ശൃംഖലകൾ ഉൾപ്പെടെ ചേർത്ത് ബൂർഷ്വാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇടതുപക്ഷ ശക്തികൾക്കെതിരായി, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും ഗവൺമെൻറ്റിനുമെതിരായി അപവാദ പ്രചരണങ്ങളും നുണയും പ്രചരിപ്പിക്കുമ്പോൾ ദേശാഭിമാനിയും ജനയവും കൈരളിയും മാത്രം പോരാ, ഈ കള്ളപ്രചാരണത്തെ ഫലപ്രദമായി നേരിടാൻ ഈ പാർട്ടിക്കും പ്രസ്ഥാനത്തിനുമെല്ലാം എതിരായ വെല്ലുവിളി ഉയർന്ന എല്ലാ ഘട്ടത്തിലും കേരളത്തിലുള്ളതുപോലെ ഓരോരുത്തരും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഞങ്ങൾ ഈ പ്രസ്ഥാനത്തെ സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുമെന്നുള്ള പ്രതിജ്ഞയിലൂടെയാണ് ഈ ജാഥാ സ്വീകരണം മുന്നേറുന്നത്. അതാണ് ജാഥാ സ്വീകരണത്തിൻ്റെ കൃത്യമായ ജനകീയ പങ്കാളിത്തത്തിൻ്റെ അർത്ഥം. ഞങ്ങൾ ഈ ജാഥയിൽ 2 കാര്യമാണ് ഉന്നയിക്കുന്നത്. വലിയ കാര്യങ്ങളൊന്നും അധികം പറയുന്നില്ല. 2 കാര്യം. അതിന് കുറേ ഉപവിഭാഗങ്ങളുണ്ട്. ആ 2 കാര്യത്തിലെ ഒരു കാര്യം, കേരളത്തെ സംബന്ധിച്ച് RSകാർ BJPക്കാർ ഉൾപ്പെടെ വലിയ കള്ളപ്രചരണം നടത്തണം. അവർ പറയുന്നത് ഇതിന് ഭൂതകാലത്ത് ഒരു വലിയ ചിത്രമുണ്ട് എന്നാണ്. കേരളത്തിൽ തങ്കലിപികളിൽ രേഖപ്പെടുത്തിയ ചാതുർവർണ്ണയത്തിൻ്റെ, അതോടൊപ്പം തന്നെ മനുസ്മൃതിയുടെ, ഭാഷാഭാരതത്തിൻ്റെ ഭാഗമായ കേരളത്തിൻ്റെ, സമാനതകളില്ലാത്ത ആശയത്തിൻ്റെ, സനാതന ധർമ്മത്തിൻ്റെ ഒക്കെ മഹത് പാരമ്പര്യം ഈ കേരളത്തിലുണ്ട് എന്നാണ് RSകാരും BJPക്കാരും ഒരു കാര്യവും മനസ്സിലാക്കാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എവിടെയാണ് ഈ പാരമ്പര്യം? നോക്കാലോ. ഭാഷാഭാരതത്തിൻ്റെയും ചാതുർവർണ്ണ വ്യവസ്ഥയുടെയും മനുസ്മൃതിയുടെയും എവിടെയാണ് ഈ പാരമ്പര്യകാലം? ഏത് കാലഘട്ടത്തെ പറ്റിയാണ് നിങ്ങൾ ഈ പറയുന്നത്? സഖാവ് EMS കൃത്യമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. തിരൂർക്കാരോട് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടിയില്ല. ജാതി, ജന്മി, നാടുവാഴി വ്യവസ്ഥ, അതിൻ്റെ മേലെ സാമ്രാജ്യത്വ, ബ്രിട്ടീഷ് സാമ്രാജ്യത്വ, അടിച്ചമർത്തൽ ഭരണവ്യവസ്ഥ. ഇതാണ് കേരളത്തിലുണ്ടായിരുന്നത് സുദീർഘകാലം. ഇവിടെ ഒരുപാട് ഐതിഹ്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ കേരളം എങ്ങനെ ഉണ്ടായി. RSകാർ BJPക്കാർ പരശുരാമൻ്റെ ഒരു മഴു ഗോകർണത്ത് കയറി ഒരേറ്റ ഏറാണ് ആ മഴു. എന്നിട്ട് കന്യാകുമാരി പോയി പോകുന്നു. അതുവരെ കടലായിരുന്നു, കടൽ മാറി കരയായി. അത്രയും പറഞ്ഞാൽ കുഴപ്പമില്ല. അതിൻ്റെ അടുത്തതാണ് വളരെ രസം. ഈ കരയായി മാറിയ കടലിൽ നിന്ന് വീണ്ടെടുത്ത ഈ കേരളത്തെ ബ്രാഹ്മണർക്ക് നൽകി. അതാണ് ബ്രാഹ്മണ്യ കഥ. ശുദ്ധ അസംബന്ധം എഴുന്നള്ളിക്കുന്നതിന് എന്തൊരു അടിസ്ഥാനം വേണ്ടേ?
ബ്രാഹ്മണർക്ക് നൽകിയത്ര ഈ കേരളം മുഴുവൻ. അങ്ങനെയാണ് ബ്രാഹ്മണർക്ക് ജമ്മായത്. ബ്രാഹ്മണ്യം, ബ്രാഹ്മണ മേധാവിത്വം ഈ കേരളത്തിലെ ജനങ്ങളുടെ മേലെ അടിച്ചേൽപ്പിക്കാൻ അവരുണ്ടാക്കിയ കഥയായി ഇത്, കെട്ടുകഥ. അതിന് ഐതിഹ്യത്തിൻ്റെ രൂപം നൽകി അവതരിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ജാഥ സ്വീകരണ കേന്ദ്രങ്ങളിലെല്ലാം ഈ ചരിത്രം എങ്ങനെയാണ് രൂപപ്പെട്ടു വന്നത് എന്ന് മനസ്സിലാക്കാതിരുന്നാൽ നമ്മൾ വേഗം പറ്റിക്കാം. ജനങ്ങളെ കള്ളക്കഥ പറഞ്ഞ് പറ്റിക്കാം.